1.5 മാസം നീണ്ട പ്രചാരണത്തിനാണ് ഇന്ന് അവസാനമാകുന്നത്. പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാനങ്ങളിൽ അതായത് അതിൽ ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. എന്തായാലും വലിയ ആവേശത്തിലാണ്. ഇനി അങ്ങോട്ട് റോഡ് ഷോയുടെ സമയമായിരിക്കും. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത അറിയോ? പോപ്പപ്പുകളാണ്. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ നിറങ്ങളിലുള്ള വലിയ പോപ്പപ്പുകൾ ഇങ്ങനെ ആകാശത്ത് പറന്ന് അതെ അതെ അതായിരുന്നു ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത. ആ പോപ്പപ്പ് പിന്നെ വാദ്യമേളവും മൊത്തം വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളോടെ ആയിരിക്കും രാഷ്ട്രീയ പാർട്ടികൾ എന്തായാലും അവരുടെ കലാശക്കൊട്ടിന് തയ്യാറെടുക്കുക. നമ്മളിപ്പോ നിൽക്കുന്ന ഒരാഴ്ച മുമ്പ് മറ്റൊരു പൂരം നടന്നതിന് ശേഷമാണ് ഇവിടെ മറ്റൊരു പൂരം കൂടി ഇന്ന് നടക്കാൻ പോവുകയാണ്. കലാശക്കൊട്ട് ഇവിടെയാണ് നടക്കാൻ പോകുന്നത്. പൂരം നമുക്കറിയാം ലോക പ്രശസ്തമാണ്. പക്ഷെ ഇക്കുറി പൂരത്തിന് ചില അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ തന്നെ ഏറ്റവും വിധി നിർണ്ണയിക്കുന്ന ഘടകമാകുമെന്ന് പോലും സ്ഥാനാർത്ഥികൾ സംശയിക്കുന്ന ഒരു ഘടകമുണ്ട്. ആ പൂരത്തിന്റെ കുറവ് കൂടി തൃശ്ശൂരുകാർ ഇന്ന് തീർക്കാൻ സാധ്യതയുണ്ട്. കാരണം നമുക്കറിയാം 3 സ്ഥാനാർത്ഥികളുടെയും ഒപ്പം തന്നെ അവരുടെ പ്രവർത്തകരുടെയും ഒക്കെ തന്നെ ഒരു വലിയ പ്രതികരണം നമ്മൾ കാണുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ആവേശത്തിലാണ് അവരുള്ളത്. ഇവിടെയാണ് നമ്മളിവിടെ ഇവിടെ LDFന്റെ കൊട്ടിക്കലാശമാണ് പ്രതീക്ഷിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ UDFന്റെ പ്രചാരണം നടക്കും. ഒരു പക്ഷേ UDF ചാവക്കാടേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ TN പ്രതാപൻ അവിടെ അവസാനിപ്പിച്ചു, വമ്പൻ വിജയം നേടി. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അത് മാത്രമല്ല ഇത്തവണ രാഹുൽ ഗാന്ധി ചാവക്കാടേക്ക് എത്തുമെന്നുള്ളൊരു കാര്യമുണ്ടായിരുന്നു. പിന്നീട് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചാവക്കാടെ ആ പരിപാടി മാറ്റിവെക്കേണ്ട ഒരു സ്ഥിതി വിശേഷമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ആവേശം നിറയ്ക്കുന്നതിന് വേണ്ടി അവിടെ വെച്ച് തന്നെ കുട്ടിക്കലാശം നടത്താനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി UDF കടന്നേക്കാം. കാരണം കൂടുതൽ ന്യൂനപക്ഷങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യമുള്ള മേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കെ മുരളീധരൻ അവിടെ തന്നെ കുട്ടിക്കലാശത്തിന് അവസാനിപ്പിക്കാൻ എന്തായാലും അല്പം മാറി അവിടെ NDAയുടെ കൊട്ടിക്കലാശവും നടക്കും. എന്തായാലും കർശന സുരക്ഷയാണ്. പക്ഷേ പോലീസിന് ഒരു പരിധി കഴിഞ്ഞ് ഇവിടെ സുരക്ഷ നിയന്ത്രിക്കാൻ പറ്റുമോ എന്നും അറിയില്ല. എന്തായാലും പോലീസിനോട് അല്പം ദേഷ്യത്തിലാണ് തൃശ്ശൂരുകാർ അവരുടെ പൂരം കൊളമാക്കിയത്. എന്തായാലും നമുക്ക് തൃശ്ശൂർ വിശേഷത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒന്ന് എറണാകുളത്തേക്ക് അതെ ഡാനിപ്പോൾ അവിടെ തയ്യാറാണ്. അവിടെ ഹൈബി ഭൂരിപക്ഷം എങ്ങനെ കൂട്ടും എന്നതാണ് ഹൈബി പറയുന്നത്. ഓരോ തവണ കാണുമ്പോഴും ഹൈബി പറയുന്നത് ഭൂരിപക്ഷം ഇരട്ടിയാക്കുക, അതിനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. വേറെ മറ്റൊന്നും ഹൈബിയുടെ ചിന്തയല്ല. പക്ഷേ ഇത്തവണ ഇടതു മുന്നണി മുന്നിട്ട് വെച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി KJ ഷൈൻ, അതായത് അവരൊരു ഫയർ ബ്രാൻഡ് തന്നെയാണ് CPM സംബന്ധിച്ച്. അവരെ നമുക്ക് കുറച്ച് കാണാൻ സാധിക്കില്ല. വലിയ രീതിയിലുള്ളൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. ഹൈബിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി അല്ല എങ്കിൽ പോലും തന്നെ വോട്ട് വിഹിതത്തിലൊക്കെ തന്നെ വലിയ മാറ്റം സംഭവിക്കാൻ പറ്റും. എന്ത് സംഭവിക്കും അവിടെ എന്നത് നമുക്ക് കാണുക. ഒപ്പം KS രാധാകൃഷ്ണൻ എന്തായാലും ശക്തമായ മത്സരം തന്നെ. പ്രചാരണത്തിന് ഒരുപാട് സമയം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. എന്തായാലും 1.5 മാസത്തോളം പരസ്യ പ്രചരണത്തിന് ചെലവഴിച്ചു. എന്നാലും ഇപ്പോ കാണുമ്പോൾ അയ്യോ പെട്ടെന്ന് പോയി ആ ദിവസങ്ങൾ. നമുക്ക് പോലും ഫീൽ ചെയ്യാണ് പെട്ടെന്ന് ആ ദിവസങ്ങൾ കടന്നുപോയി എന്ന്. എന്തായാലും ഡാനി ഇപ്പോൾ അവിടെ തയ്യാറായി നിൽക്കുന്നു. ഡാനി, എങ്ങനെയുണ്ട് എറണാകുളത്ത്? ഇനി ഏതാണ്ട് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുമ്പോൾ എത്രമാത്രം ആവേശത്തിലാണ് ഈ 3 സ്ഥാനാർത്ഥികളെയും വിടാതെ പിന്തുടർന്ന് ഫോളോ ചെയ്ത ഡാനിക്ക്? അവിടുത്തെ സാഹചര്യങ്ങളും സാധ്യതകളും എങ്ങനെയാണ് പങ്കുവെക്കാനാവുക? എറണാകുളം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ തന്നെ UDFന് ഒരു അപ്രമാദിത്വമുള്ളൊരു മണ്ഡലമാണ് എറണാകുളം എന്ന് പറയുന്നത്. എങ്കിലും ഇടയ്ക്കെങ്കിലും അവിടേക്ക് അത്ഭുതം സൃഷ്ടിക്കാനായിട്ട് കടന്നു വരാനായിട്ട് ഞെട്ടിപ്പിക്കുന്ന രീതിയിലേക്ക് പ്രവർത്തനം കാഴ്ചവെക്കാൻ എല്ലാം തന്നെ ഇടതു മുന്നണിക്ക് കഴിഞ്ഞിട്ടുള്ളൊരിടം കൂടിയാണ്. അതുകൊണ്ട് അത്തരമൊരു കരുതലും ആ രീതിയിലുള്ള ഒരു കരുതൽ UDF എടുത്തിട്ടുണ്ട്. അത് ഏത് സമയത്തായാലും ഒരു സ്ഥാനാർത്ഥിയെയും അല്ലെങ്കിൽ ഒരു മുന്നണിയും തന്നെ ദുർബലമായി കാണാതെ തന്നെയുള്ള ഒരു മുന്നോട്ട് പോകുന്ന പ്രതിരോധവും എല്ലാം തന്നെയാണ് UDF തീർത്തിരിക്കുന്നത്. അത് പ്രചാരണത്തിലുടനീളം കാണാമായിരുന്നു. മറ്റ് മണ്ഡലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ തൃശ്ശൂരാണെങ്കിലും വടകരയാണെങ്കിലും മറ്റിടങ്ങളിലും എല്ലാം തന്നെ വളരെ ഇഞ്ചോടിഞ്ചെന്ന രീതിയിലുള്ള പ്രചാരണ പരിപാടികൾ നടക്കുമ്പോൾ എറണാകുളത്തേക്ക് വരുമ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രചാരണ കോലാഹലങ്ങളോ ബഹളങ്ങളോ ഒന്നും നമുക്ക് പൊടുന്നതിന് ദൃശ്യമായെന്നിരിക്കില്ല. പക്ഷേ കുടുംബങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ പ്രചാരണ പരിപാടികൾ വളരെ സജീവമാക്കി പോകുന്ന ആ രീതിയിലുള്ളൊരു തന്ത്രങ്ങൾക്കാണ് ഇത്തവണ ഇടതു മുന്നണിയും അതോടൊപ്പം തന്നെ UDFും എല്ലാം തന്നെ കൂടുതൽ പ്രാധാന്യം നൽകിയതെന്നാണ് ഒറ്റനോട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക. കാരണം ഓരോ വീടുകളിലേക്കും പ്രവർത്തകരെത്തുക, അതും കൂടുതൽ തവണ പ്രവർത്തകരെത്തുക എന്നത് തന്നെയായിരുന്നു അത് ലക്ഷ്യമിട്ടിരുന്നത്.
എന്താണ് തങ്ങൾക്ക് പറയുവാനുള്ളത് എന്നത് വീടുകളിൽ കയറി ചെന്ന് വിശദീകരിക്കാനുള്ള ഒരിടം ആക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. ഈ 1.5 മാസത്തോളം കിട്ടിയ വലിയൊരു സമയം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അത് ലഘുലേഖകളായാലും മറ്റ് നോട്ടീസുകളായാലും എല്ലാം വളരെ കൃത്യമായിട്ട് ചെന്ന് ബ്രീഫ് ചെയ്യും. എന്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ വോട്ട് ചെയ്യണം എന്നത് കൃത്യമായി വിശദീകരിക്കാൻ UDF LDF-നും അതോടൊപ്പം തന്നെ NDA-ക്കും എല്ലാം അത് തന്നെയാണ് എറണാകുളത്തെ ഒരു സാധ്യതകൾ ഡാനി ഇപ്പോൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. എന്തായാലും എറണാകുളത്തെയും ഒപ്പം തന്നെ ചാലക്കുടിയിലെയും വിശേഷങ്ങളുമായി നമുക്ക് വരും മണിക്കൂറിൽ വരാം. നമുക്കിനി നേരെ തിരുവനന്തപുരം